guys, welcome back to Big Talk. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് 1 second, 10 second and leftover food challenge. ആകെ ശബ്ദമെല്ലാം പോയി കിടക്കാണ്. എന്തൊരു അഭിനയാണോ ആക്ച്വലി ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് ഒരു ചുമയില്ല, ഒരു തേങ്ങയില്ലായിരുന്നു ഇയാൾക്ക്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെറുതെ ഒരു പ്രശ്നമില്ല. പക്ഷെ കയറി കഴിഞ്ഞാൽ എനിക്ക് വയ്യായേ. അയ്യോ ക്യാമറ എടുത്ത് നോക്കാൻ പറഞ്ഞ അയ്യോ കഴിക്കുമേല പിടിക്കും ഞാൻ. ഈ ടേബിൾ പിടിച്ചടിക്കാൻ പറഞ്ഞു അയ്യോ നടക്കാൻ മേല. ബ്രോയ്ക്കുള്ള അതേ സാധനം തന്നെ എനിക്കും ഉള്ളത്, മനസ്സിലായ? നിങ്ങൾക്കുള്ള അതേ സാധനം തന്നെ എനിക്കും ഉള്ളത്. എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പൊ നമ്മുടെ ബൗൾ വന്നു, ബൗളിനകത്ത് സാധനം വന്നു. ഇനിയിപ്പോ കുലിക്കും കിട്ടാ മതി. കുലിക്ക് നിലത്തിടണോ അതോ നിങ്ങളുടെ കൈ തരണോ? പൊട്ടി അവര് ഫുഡ് ഐറ്റം തരും. ആ ഫുഡ് ഐറ്റം ആ 1 സെക്കൻഡ് കിട്ടുന്ന ആൾക്ക് 1 സെക്കൻഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. 30 സെക്കൻഡ് കിട്ടുന്ന ആൾക്ക് 30 സെക്കൻഡ് മാത്രം കഴിക്കാം. സോറി, 10 സെക്കൻഡ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ പറയാതിരുന്നേ. അപ്പൊ നമുക്കിത് കറക്കിടണോ അതോ ഫുഡ് ഐറ്റം വരണോ? ആദ്യം ഫുഡ് ഐറ്റം വരട്ടെ. നമ്മുടെ ബിങ്കോ അവിടെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് തന്നെ ബിങ്കോ ആണ്. ഞാൻ ഇങ്ങനെയാ ഭയങ്കര അതെല്ലേ? അത് പിന്നെ ശൂന്യത്തിന് എന്ത് വേണം എടുക്കാം. എന്ത് പറയുക നിങ്ങൾക്കില്ലാത്ത സാധനം എന്നാ പിന്നെ നമ്മുടെ ജക്ടമൈമി തന്നെ ആദ്യമേ തുറക്കട്ടെ. ജക്ടമൈമി അങ്ങ് തുറന്നേ. 10 സെക്കൻഡ്. വക്രി ഞാൻ ഒരു കാര്യം പറ്റി. ഇത് എത്ര ഞാൻ പറയട്ടെ? ഇത് 1 സെക്കൻഡ് ഗസ് ചെയ്യുവാണെങ്കിൽ കൊമ്പാറ്റിന് തരാം. 1 സെക്കൻഡ്. അയ്യോ ലെഫ്റ്റ് ഓവർ. അപ്പൊ ബിങ്കോ എനിക്കുള്ള അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ 3, 2, 1 പറയുമ്പോ തൊട്ട് തുടങ്ങിക്കോളാം. 3, 2, 1 ഗോ. 1 കഴിഞ്ഞ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കുറച്ച് കഴിച്ചോളൂ അല്ലയോ? നിനക്ക് ആദ്യമൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് ചിലപ്പോ തരും, അവസാനത്തേക്ക് നമുക്ക് പണിയായിരുന്നേ. ഇന്നത്തെ ആങ്കർ ആരാന്നറിയത്തില്ലേ? നിങ്ങളത് പറ, എന്നാലും എനിക്ക് അടുത്ത് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ കൊണ്ടുവരുന്ന ഐറ്റംസ് എല്ലാം വെറൈറ്റി ഐറ്റംസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇന്ന് ലാസ്റ്റത്തെ ഇന്നാരാ ആങ്കർ? കഴിഞ്ഞ 5 1 സെക്കൻഡിൽ ഇതായിരുന്നു. ഇതല്ല ഞാൻ പറഞ്ഞത്. അവസാനത്തേക്ക് വരുന്നുണ്ട് ഒരു ഐറ്റം. അവസാനത്തേക്ക് ഒരു ഐറ്റം വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, ഇല്ലെങ്കിൽ ബിരിയാണി, ഇല്ലെങ്കിൽ ഇല്ലെന്ന് എന്തുണ്ടായിരിക്കും? ലെഫ്റ്റ് ഓവറിന് സമയമില്ല. ലെഫ്റ്റ് ഓവർ ഫുള്ള് കഴിക്കാം. അതെ ഒന്നും കഴിക്കണ്ടല്ലോ. പക്ഷെ അവനിനി അവസാനത്തെ ഐറ്റം കിട്ടിയാലോ? ആദ്യത്തെ ഐറ്റംസ് കിട്ടാത്തവർക്ക് അവസാനത്തെ ഐറ്റംസ് കിട്ടുന്ന കേട്ടിട്ടുണ്ട്. ആദ്യത്തെ ഐറ്റംസ് കിട്ടിയവർക്ക് അവസാനത്തെ ഐറ്റംസ് കിട്ടാറുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഒരു കേസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇന്നത്തെ നോക്കിക്കോട്ടോ. ഇന്നത്തെ കേസ് കിട്ടുമോ? ഉറപ്പാണോ? ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രോ മീശ താടി പഠിക്കണം. ഓക്കെ ബ്രോ പറഞ്ഞതാ. ബ്രോ ആമ്പിള്ളേരായ നട്ടല് കാശ് കിട്ടും. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ടിൽ എത്തിയിരിക്കുന്നത് ഓറഞ്ച് ജ്യൂസ്. ഇത് എനിക്ക് 10 സെക്കൻഡ് ഇടിയാലും പേടിക്കണം കേട്ടോ. 10 സെക്കൻഡ് ഇടിയാലും പേടിക്കണം. ഇത് നിനക്ക് 10 സെക്കൻഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ കിട്ടും. എനിക്ക് 10 സെക്കൻഡ് ഉണ്ടോന്ന് എന്റെ പ്രാർത്ഥന. അന്ന് നോക്കട്ടെ. ലെഫ്റ്റ് ഓവർ ഞാൻ പറഞ്ഞ നിനക്ക് ഒന്നെങ്കിൽ
10 സെക്കൻഡ് കിട്ടുന്ന പേടിക്കും. പൊട്ടിക്കില്ല വെയിറ്റ് ഗൈസ്. അത് തരൂ അല്ല കുടിക്കാൻ ഇല്ല പൊട്ടിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ വെക്കാം. ഓക്കെ 3, 2 ഗൈസ്. അപ്പൊ എന്തായാലും തുടങ്ങാൻ പോണ 3, 2, 1 സ്റ്റാർട്ട്. 1 പറഞ്ഞല്ലടാ 3 4 5 പൊട്ടിക്ക് 2 സെക്കൻഡ് മതി. ഇതാക്കി വെച്ച അതല്ലേ പ്രശ്നമായത്. എനിക്ക് ഞാൻ മറ്റേ തിന്നിട്ട് ഞാൻ ഇങ്ങനെ ഇതായിട്ടിരിക്കുവായിരുന്നു. ലെഫ്റ്റ് ഓവർ ഇച്ചിരി പിടിക്കാറുണ്ട്. കുറച്ചുണ്ട് എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? ഇത് താൻ എന്തിനാണ് കാണിച്ചത്? അതെന്തായിരുന്നത്? ഇത് അണ്ടാവത്. പറഞ്ഞ 1 സെക്കൻഡ് നടക്കത്തില്ല. എന്നാലും അങ്ങനെ പൊട്ടിക്കും. 2 സെക്കൻഡ് കൊണ്ട് അത് അടിച്ചാൽ 5 സെക്കൻഡ് കൊണ്ട് 1 സെക്കൻഡ് വിട്ടേക്കണം. എനിക്കിത് 1 സെക്കൻഡ് പൊട്ടിക്കുന്നു. 5 സെക്കൻഡ് കൊണ്ട് കവത്തുന്നു. തീർന്നില്ലേ? 3-ാം സെക്കൻഡിൽ ഇങ്ങനെ പിടിക്കുന്നു. 4-5-6-7 10 ഫുള്ള് എന്നാലും പിടിക്കും. ഞാനിത് എന്താ വലിയൊരു പിന്നെ അപ്പൊ നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ തേർഡ് റൗണ്ടിൽ ബ്രോ ബക്രി ഇത് ഇതുവരെ കണ്ടിട്ടുണ്ടോ ഈ സാധനം? ഇത് നമ്മുടെ ചലഞ്ച് പോലെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല? ഇത് പോലെ അവിടെ ഇത് പക്കോട ഉള്ളി പക്കോട. ഉള്ളി പക്കോടയാണ്. അല്ലല്ല, ഇത് ഉള്ളിവട എന്ന് പറയത്തില്ല. ഡിഷ് കിട്ടാത്തതുകൊണ്ട് 8 കാലി പക്കോട. ഇറ്റ്സ് ടൈം ടു ടേക്ക് ദ വിജയ തിരുത്താൻ പോവാ. എടുത്ത് മൊത്തം വായിലിട്ടാലോ? 1 സെക്കൻഡിൽ എനിക്കിത് ഫുൾ എടുത്തിടാൻ പറ്റില്ല. 1 സെക്കൻഡിൽ ഞാൻ പൊടിച്ചുതരാം. അവന് കിട്ടരുത്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 3, 2, 1 ഗോ. 1 അത് കഴിക്കാൻ പറ്റുമോ? പിന്നെ എനിക്കോ 5, 6, 7, 8, 9, 10. പുറത്തെടുക്കാൻ പറ്റുന്നില്ല. വായി കുത്തി കയറ്റി അങ്ങനെ എഴുതിണ്ടോ എന്നെ കണ്ണൊക്കെ നിറയുന്നല്ലോ. ആ കഴിക്കേണ്ട താൻ കുത്തി കയറ്റിയ പാലിങ്ങനെ കഴിക്കാൻ പറ്റുന്ന കുത്തി കയറ്റിയതായിരുന്നു. കോട്ടാ ബി സാറില്ല ലെഫ്റ്റ് ഓവർ കിട്ടിട്ട്. ആ ശരിയാ, പൊടി ഇന്നാ കിട്ടിയില്ലേ? അനുമാൻ കഴിഞ്ഞ ഇത് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാം. മോനെ ഹാപ്പി അല്ലേ? എന്നാലും ചെക്ക് ടൈം ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു കേട്ടോ. അബിയുടെ എന്തൊരു ചതി കാണിച്ചേ? ലോകത്തുള്ള ഒരു ഭാഷ. അതെല്ലേ? കൊരങ്ങന്മാരുടെ മാത്രം. ഫിനിഷ് ചെയ്തില്ലേ? അതിനകത്ത് ഉണ്ടായിരുന്നു ഇനിഷ്യൽ ആയിട്ട്. ചവയ്ക്കാൻ പറ്റല്ലേ? വായിക്ക് നല്ല വേദന എടുക്കണ്ടാവില്ല ഇപ്പൊ. കുത്തിക്കഴിക്കുമ്പോ എന്തൊരു ആവേശമായിരുന്നു. ഒന്നുമില്ല. ഇത് ബ്രോ ചവച്ചിറക്കാൻ ഇത് ചവച്ചിറക്കാം. എന്നാ വെള്ളത്തിൽ എന്റെ പക്കോട നല്ല വിഷമമുണ്ടല്ലോടാ. സാറില്ല പോട്ട്. ഒന്ന് വിധിയൊക്കെ മാറി വന്നെന്ന് വിചാരിച്ചു. ഇതെന്ത് നല്ല അടിച്ചു തിരിച്ചാണ്. മഴ വന്നിട്ടുണ്ടല്ലോ. ഞാനുണ്ടായി നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ തന്നെ ആയിപ്പോയി. ബ്രോ
ബ്രോ ഇങ്ങനെ ഒന്ന് മറ്റേ ആ സിറ്റുവേഷൻ ഒന്ന് പോയിട്ട് വരാമോ? ഇങ്ങനെ കൂളാണോ? തീരത്തില്ല, നമുക്ക് പോവാം. എന്നാ പിന്നെ പോകണ്ട, ഇത് തിന്ന് തീർത്തിട്ട് പോയാൽ മതി. ഞാൻ പുറമെ എല്ലാവരും പറയുന്നത് ജക്കു ഒരു പാവാണ്. ഇതിന്റെ അകത്ത് വരണം, അതിന്റെ അകത്ത് വന്ന മനസ്സിലാവും ജക്കു ആരാണെന്ന്. എനിക്കൊരു പാവത്തിനേക്കാൾ പാവം. ഞാൻ പറയുന്ന ഡാർക്ക് സൈഡ് തന്നെ ഉണ്ട്. നല്ല ഈ ഒരു പഞ്ചഭാവം ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡാർക്ക് സൈഡ് ഉണ്ട് ഇയാൾക്ക്. എന്തായിരിക്കും ഇയാളുടെ ഡാർക്ക് സൈഡ്? ഡാർക്ക് സൈഡ് എന്തായിരിക്കും? എനിക്ക് കാണിച്ചോളൂ. എനിക്കൊരു ഡാർക്ക് സൈഡ് ഉണ്ട്. അത് കാണിക്കണ്ട. അതല്ല അത് തോക്ക്. ആ തോക്കല്ല. എല്ലാരും പേടിച്ചു. അതെല്ലാവർക്കും ഉള്ളതല്ലേ. എവിടെ കഴിക്ക്, പെട്ടെന്ന് കഴിക്കണം. ഞാൻ അഭിനയിക്കുക, നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കുക. ഞാൻ വെടി വെച്ച ഇതെന്തിനാ ഇതിന്ന് എർത്തുമല്ലോ ഇവിടെയാണോ പിടിക്കണ്ടേ? എടുക്കുന്ന ഇത് നിങ്ങളെ കറക്റ്റ് ആണ്. എവിടെയാന്ന് പറഞ്ഞ ഇവിടെ തൊടണ്ട. ഈ ക്യാരക്ടർ പറയുന്നത് എങ്ങനെയാ അതല്ല അതെന്ന് പറയുക, ഇതെന്ന് പറയുവാണെങ്കിലേ ഈ പ്രേമനൈരാശ്യം വന്ന് പൊട്ടിപ്പൊളിഞ്ഞ ഒരാളിനെ അവളുടെ കാമുകം വെടിവെച്ച് കൊല്ലുന്നു. ഞാൻ ആ കാമുകൻ. ചാവടാ നായേ. ചാവടാ നായേ. ഏത് തോന? ഏത് തോനയാ? ഇത് നിൽക്കേണ്ട ആളല്ല, അപ്പുറത്തെ പഞ്ചായത്തിൽ നിൽക്കണ്ടേ. നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് അങ്ങനെ നമ്മുടെ ഫോർത്ത് റൗണ്ടിൽ വന്നിരിക്കുന്ന കണ്ടോ ഒരു വെറൈറ്റി. അടുത്ത വെറൈറ്റി ഐറ്റം കണ്ടോ? വെറൈറ്റി ഉണ്ട് കേട്ടോ. വെറൈറ്റി ഭയങ്കര എന്തോ സവാള അല്ലല്ല പീസ് കൂടി സവാള കുറഞ്ഞു. അടുത്ത റൗണ്ടിൽ വരുന്ന ഐറ്റം നിങ്ങൾ കണ്ടാൽ ഞെട്ടും. തുണിയിലാണ് ഞെട്ടുവോ? എങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോ അങ്ങനെയാണെങ്കിൽ നീ ഡെയിലി നൈറ്റ് ഞെട്ടൂലോ? ഇവരെ അവനാ റീല് ഇങ്ങനെയാണ് ഞെട്ടില്ലാന്നല്ലേ. ഷർട്ട് ഊരി അങ്ങനെ ഷർട്ട് ഊരിന് എക്സ്പ്രഷൻ പോയാ സോഷ്യൽ മീഡിയ ലൈഫ് പേഴ്സണൽ ലൈഫ്. എന്നാ പിന്നെ സംഭവം റെഡിയാണോ? പകുതി തീർന്നു. ലെഫ്റ്റ് ഓവറാ? ലെഫ്റ്റ് ഓവർ. 1 സെക്കൻഡ്. നിനക്ക് 1 സെക്കൻഡ് നോക്കണ്ട. അപ്പൊ ഇതും എനിക്കില്ല. അല്ല കഴിക്കില്ല കേട്ടോ. നിങ്ങൾ സംഭവം ഞാൻ ചെയ്യട്ടെ. 3, 2, 1 go. 1 3 4 5 6 7 8 9 10. அப்போ நான் போட்டேனா? இத்தனையும் நான் செய்து கொண்டிருக்கேன். நான் போட்டேனா? ഇതിനകത്തൊരു ചിക്കൻ പീസ് എടുക്കുന്നത് ടേസ്റ്റ് ചെയ്ത് ഇവിടെ 1 2 3 അത് വേണമെങ്കിൽ എടുത്ത് ടേസ്റ്റ് ചെയ്തോ. നല്ല ബ്രോ ഈ റൗണ്ടിൽ കുത്തി കയറ്റിയില്ലേ? അത് പ്രതീക്ഷിച്ചില്ല. ചിക്കൻ എല്ലാം തിന്നുന്ന ഞാൻ മൊത്തം എടുത്ത് കേട്ടില്ല.
ഗൈസ് ആക്ച്വലി ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ എന്താ പറയാനുള്ളേ? എന്താ പറയാനുള്ളേ? ഒന്നും പറയണ്ട, അടുത്ത റൗണ്ടിൽ പോകും. ഒന്നും പറയണ്ട. പറഞ്ഞില്ല. മോനെ നക്കി കഴിഞ്ഞാ? ഓക്കെ ബ്രോ, ബ്രോ ഓക്കെ ആണോ? ഓക്കെ ബ്രോ കഴിച്ചു കഴിഞ്ഞാ? ഹാപ്പിയാണോ? അടുത്ത റൗണ്ട് ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഹാപ്പി അല്ലേ? ചിക്കൻ പീസ് ഒന്നും കിട്ടിയില്ല എന്ന് കേട്ടു. പിന്നെ കുബൂസ് ഇവിടെ ഹാപ്പി അല്ലേ? ബ്രോ എങ്ങനെയായിരുന്നു? അല്ല പിസ്സ എങ്ങനെയാണ്? ഇവിടെ കറക്റ്റ് റിവ്യൂ പറയാൻ പറ്റും. എങ്ങനെയാണ് സാർ? ഞാൻ സമാധാനമായിട്ട് കഴിച്ചോണ്ട് കൊള്ളാം. കൊള്ളായിരുന്നു, ആ കൊള്ളായിരുന്നു. flavors ഒക്കെ നല്ല- എല്ലായിട്ടും കിട്ടിയില്ലേ? ആ. നന്നായിട്ടാണ് കിട്ടി. ഇതാണ് ഈ ബസ്. ഇങ്ങനെ ഒരു സംഭവം എനിക്ക് 1 സെക്കൻഡിലേക്ക് ഈഗോ വന്ന് തട്ടും. പ്രത്യേകിച്ച് അടുത്ത ആള് 10 സെക്കൻഡ് ഇയാളാണെങ്കിൽ. അപ്പൊ ഞാനായിരുന്നെങ്കിൽ നിങ്ങളായിരുന്നെങ്കിലും എനിക്ക് തട്ടും. ആരായാലും തട്ടു. ആരായാലും തട്ടും. അപ്പൊ അതിന്റെ മെയിൻ സാധനത്തിലായിരിക്കും നമ്മൾ ആദ്യമേ കണ്ടു വെക്കണം. ഇങ്ങനാണ് കൈസ് എല്ലാരും ഇങ്ങനെ അല്ലേ? ഞാനിങ്ങനെ ഞാൻ സ്വാർത്ഥനല്ല. സ്വാർത്ഥമല്ല, അല്ല, അതുകൊണ്ടല്ലേ മൊത്തം കുത്തി. ആരും കൂടെ full കുത്തി. കഴിഞ്ഞ റൗണ്ടിൽ ഈ റൗണ്ടിൽ കണ്ടു സ്വാർത്ഥനല്ലത്. അങ്ങനെയല്ല ഇതൊരു game. അതെ അതെ. ഞാൻ ആ ഒരു ഗെയിമിന് ഒരാൾക്കൊന്നും പാവപ്പെട്ടത് പ്രതീതി അത് ഈ ആൾക്കാണ് 1 സെക്കൻഡ് മാന്യമായിട്ട് ചെയ്യുന്നില്ലേ? ഒരു second. ശരി, അടുത്ത് കിട്ടാണെങ്കിൽ മാന്യമായിട്ട് ഒരു ചെയ്യണം. സെക്കൻഡ് അത് ക്രൂവിന്റെ സ്പെഷ്യൽ സാധനം അത് മാന്യമായിട്ട് ചെയ്യണം. Let's go to the next one. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിലെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഞാൻ പറഞ്ഞില്ലേ, പുതിയ ക്രൂ സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവരുന്ന പറഞ്ഞില്ലേ. അപ്പൊ റെഡിയാണോ? ഇത് എടുക്കാൻ റെഡിയാണോ? എടുക്കാൻ റെഡിയാണ്. തന്നെ ഒരു അഭിനയമില്ല. കണ്ണടച്ചോ, കണ്ണടച്ചോ, ഒരു കണ്ണടച്ചോ. പ്രാവശ്യമല്ലേ ചാവുള്ളൂ, ഇതിന്റെ 3 പ്രാവശ്യം കുറച്ച് പേടിയൊക്കെ. ഇല്ല അത് ബോഡിയുടെ ഒരു ഇതാ. ഇപ്പൊ ഇത്ര 10 ഇപ്പൊ നമുക്ക് ഇത്ര സെക്കൻഡ്സ് ജീവനുണ്ട്. ശരിയാ ശരിയാ. ഈ അവസാനത്തെ 7 മിനിറ്റ് ഒക്കെ ആലോചിക്കുന്നത് 7 മിനിറ്റ് ആലോചിക്കുന്നു. ചത്തിട്ടില്ല. ചത്താണെങ്കിൽ പറയാം. ഓക്കെ, ഇയാൾ എന്തിനും ഇതും കുലുക്കി പിടിച്ചോണ്ടിരിക്കുന്നത്. റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? നീ കണ്ണട ഇടക്കള്ള ആ 3 കണ്ണടച്ചോണ്ടാണെന്ന് ഞാൻ അറിയാതെ 3 എടുത്തു. എനിക്ക് ഓർമ്മ എടുത്താൽ അയ്യോ ഞാൻ തരണ. എന്നിട്ടോടെ ഇനി ഞാൻ കൊടുക്കാം. കണ്ണെടുത്ത്. ഒരു സെക്കൻഡ് ഞാൻ കൊടുക്കാം. ഓക്കെ 3 മക്കര പറഞ്ഞോ. 10 സെക്കൻഡ്. ഓ നീ അറിയാ. ഇതൊന്നേ പൊട്ടിച്ചേർന്നേ. ഞാൻ പൊടിച്ചു കൊടുക്കും. 3 2 3 2 1 ഗോ. കൈവിട് ഇങ്ങനെ തിന്നാതെ നീ ആ വെയിറ്റ് എടുത്ത് മണപ്പിക്കാനെങ്കിലും ഇങ്ങനെ ഫുള്ള് തിന്നോ എന്നിട്ട് പോയാ മതി. നീ അങ്ങനെ ഇരുന്ന് കഴിക്കും, കൈ ഉപയോഗിക്കാണ്ട ചവയ്ക്കാൻ പറ്റുള്ളല്ലോ, പല്ലിലൊക്കെ ആയില്ലേ. അതെ, ചാവാനം കാരണം ടെംപ്ടേഷൻ വരാണെന്ന് വെച്ചാൽ തുപ്പി കളഞ്ഞാലോ. ഇയാൾ ആരാണെന്ന് ആലപ്പുഴ ജോലൈ ഇയാള് പറയാൻ ബുള്ളറ്റിൽ ഓടിച്ചോണ്ട് പോകും പറയാം. ആലപ്പുഴത്തെ ഇച്ചായന്റെ പോലെ ഇല്ലേ ഇത് വെറൈറ്റി ഇത് അത് താഴെ പോയാൽ അത്ര കഴിക്കാൻ പറ്റത്തില്ല. ആ സാധനം എന്താണെന്ന് പോലും കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലോടാ. ആലപ്പുഴ ഇച്ചായ ബ്രോ സ്റ്റോർ കഴിച്ചോ. ഇത് സ്റ്റോറല്ല, ഇത് പറ്റിയത് അവിശിഷ്ടം. ഇത് മറ്റേതാണ്. ബ്രോ എങ്ങനെയുണ്ട്? ബ്രോ എങ്ങനെയുണ്ട്? ബ്രോ എങ്ങനെയുണ്ട്? ബ്രോ എന്റെ ഭക്ഷണം കഴിച്ചിട്ട് അതല്ലടാ ഇവൻ പിടിച്ച് നെക്കിയില്ല. അപ്പൊ മറ്റേ എണ്ണ കയ്യിൽ നോക്കി എണ്ണ ഉണ്ടാ എന്തൊരു സാധനം ഒന്ന് പറ. ഇറ്റ്സ് ലോഡഡ് പിസ്സ. അറിയില്ല, നോക്കിക്കൊണ്ടിരിക്കുക. ഇയാളെ ഓർഡർ ചെയ്തത് എന്താണെന്ന് അറിയില്ല, നോക്കിക്കൊണ്ടിരിക്കുക. ലോഡഡ് ബ്രെഡ് സ്ട്രിക്സ് ആയിരുന്നു. പിസ്സ അല്ല, ലോഡഡ് ബ്രെഡ് സ്ട്രിക്സ്. എന്താ ബ്രോ എങ്ങനെ സാധനം എങ്ങനെയുണ്ട്? സൂപ്പർ. ആക്ച്വലി ഉണ്ടല്ലോ ഇവനെ കൊണ്ട് തുപ്പിക്കാൻ പാടില്ലാത്തതാണ്. അതെ, ഇയാളെ കൊണ്ട് തുപ്പിച്ചില്ല, പിന്നെ ഇവന്റെ കണ്ണുണ്ടപ്പോ എനിക്ക് പേടിയായി. എങ്ങാനും ശ്വാസം മുട്ടി ശ്വാസം മുട്ടി എല്ലാം ചാവെന്ന് പേടിച്ചിട്ടാ ഞാൻ. പിന്നെ സാധനം എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? ഓക്കെ, കൊള്ളാവോ? സാധനം കൊള്ളാവോ? 2 കൂടി തരും.
ബ്രോ എന്നിട്ട് പാട്ട് പാടുന്നത് വേറെ പാട്ട് പാടും വേടന്റെ ഒരു പാട്ട് വേറെ പാടാം വേറൊരു പാട്ട് ഫിഷ് റോക്കറ്റ് ഒരു മറ്റേ ഇതുണ്ട് റോക്ക് അല്ല ഫിഷ് റോക്കറ്റ് ഒരു ഇംഗ്ലീഷിൽ റാപ്പില്ലേ അത് പാടാം 3, 2 please 3, 2, 1 സ്റ്റാർട്ട് Fish in my man, gonna be in my hand. The way I want to eat it now. Give me some fish to show you how the time scales. Anything on Lord smell like this. Nothing can stop me. Wish me now. Taking my ocean yeah, boy. Baking you just make me cry. Those mess and that's and fry. Eat you mean so many ways. Eat me like a night. One more time to my life. Wish I could teach you as my boy. You wanna eat you now. Give some fish to show you. അയിലമത്തി ചൂരക്കാരി കളവെങ്കിലി വികൂരി കറി മറ്റവാള സെക്ഷൻ 307 അറ്റംപ്റ്റ് പാട്ടിനെ കൊല്ലാൻ നോക്കി. വയ്യായിരുന്നു അടിപൊളിയായിരുന്നു ചലഞ്ച് ഹാപ്പിയാണോ എന്ന് എനിക്കറിയില്ല. മറ്റേതിനകത്ത് മരിച്ച വീടോടെയാട്ടാ വീട് മരിക്കേ. ചലഞ്ച് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ലേ? ഞാൻ ഹാപ്പിയല്ല. ചലഞ്ചില് ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഹാപ്പിയാണ്. നീ എന്താ ഹാപ്പി? അങ്ങനെയാണ്. ഈ ചലഞ്ച് സംഘടിപ്പിച്ച ക്രൂവിനും വീട്ടോക്സിനും ഒരുപാട് നന്ദി. ഞങ്ങളെ പോലെയുള്ള ഗടാഗടിയമായ ഇവിടെ ഇരിക്കുമ്പോ ഈ പഞ്ചപാവത്തിനൊക്കെ എന്തെങ്കിലും കിട്ടും. ജീവിതം എന്ന് പറഞ്ഞ ഒരു അനന്ത സാഗരമാണ്. ഓക്കെ, അതിങ്ങനെ പൊക്കോണ്ടിരിക്കും. അതിന്റെ ഇടയില് ഇവ രാത്രി 3 മണിക്കാകുമ്പോ അപ്പൊ അതിങ്ങനെ പൊക്കോണ്ടിരിക്കും. അതിലെ കുറെ പ്രതിസന്ധികൾ വരും. അതിലൊരു പ്രതിസന്ധിയാണ് നിന്റെ ഈ പ്രതിസന്ധി. മനസ്സിലായോ? ഒന്നും കിട്ടാത്ത ഒരു പ്രതിസന്ധി വലിയൊരു പ്രതിസന്ധിയാണ്. കുറെ നാൾ ഞാൻ ആ പ്രതിസന്ധി ഇതിലെന്ന് പറഞ്ഞ അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ കിട്ടൂന്ന് പറഞ്ഞിരിക്കും. ചിലപ്പോ നമുക്ക് കൈ കിട്ടിയിട്ട് ചിലപ്പോ തട്ടിക്കളഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതങ്ങനെയാണ് ചലഞ്ച്. ചലഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു ലൈഫ് പോലെ ചലഞ്ച്. ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടില്ല. വെറുതെ ഇരിക്കും, സങ്കടങ്ങൾ വരും. ചിലപ്പോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ പണികളൊക്കെ നിനക്ക് കിട്ടിയെന്ന് വരും. കാരണം പാവയ്ക്ക, കോവയ്ക്ക, അങ്ങനെ എന്തെങ്കിലും തൊലിച്ച സാധനങ്ങൾ. ഓക്കെ, അപ്പം കീപ് ട്രൈങ്. ചാലഞ്ചിൽ ഇനിയും 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 ഇങ്ങനെ വെറുതെ ഇരുന്ന് തോന്നുക. ഇതേപോലെ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ I love you.